രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജിലേക്കും പ്രയർ ക്ലിനിക്കിലേക്കും നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് അപൂർവമായ ഒരു കാര്യമാണ്, അതായത് ഇന്ന് ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് ഒരു വിഹക പഠനമാണ്. ഒരു ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഉള്ള ഒരു കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. പ്രിയ എല്ലാവരും അത് കേൾക്കണം, അത് കമൻറ്റ് ചെയ്യണം, അത് ലൈക്കാണെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ അടിക്കണം. അങ്ങനെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഈ പ്രോത്സാഹനത്തെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ ഉതകണം എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് കാണാം. ഇഷ്ടമുള്ളവർ വീണ്ടും ഒരിക്കൽ കൂടി ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പ്രയർ ക്ലിനിക്കിൻ്റെ പേരിലും ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെഷൻസ് അതിൻ്റെ പേരിലും ഞാൻ നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം തരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സ്നേഹിക്കുകയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് ആരംഭിക്കുകയാണ്. ഇന്നൊരു പ്രത്യേക വിഷയമാണ്, അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും അല്ലാത്തൊരു അവസ്ഥയാണ്. ഈ ട്രാൻസ്ജെൻഡർ മെയിൽ എന്ന് പറയുമ്പോൾ അവർക്ക് ജനിക്കുമ്പോൾ നമ്മൾ ആൺകുട്ടികൾക്ക് കാണുന്ന വൃക്ഷണവും പെനിസും ഒക്കെ കാണും. ട്രാൻസ്ജെൻഡർ ഫീമെയിലാണെങ്കിൽ അതുപോലെ വെളിയിൽ പെനിസൊന്നും കാണത്തില്ല, സ്ക്രോട്ടമൊന്നും കാണത്തില്ല, വള്ളിയും വജീന മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെ ഒരാൾ ആണായിട്ട് ജനിച്ചാൽ അതിനെ